വിഷുവിന്റെ ഐതിഹ്യം അറിയാമോ? കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐതിഹ്യങ്ങൾ ഉണ്ട്. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, ത്രേതായുഗത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിന് വേണ്ടി സഖ്യത്തിൽ ഏർപ്പെട്ടു. ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന. സുഗ്രീവന്റെ നിബന്ധന അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യുവാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ബാലിയെ മറഞ്ഞിരുന്നു ബാണമെയ്തു രാമൻ ബാലിയെ വധിച്ചു. ഒരു മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത്. പിന്നീട് എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരം എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. ഇതിൽ മനം നൊന്ത ആ മരം ഒരു തെറ്റും ചെയ്യാത്ത താൻ ബാലിയെ കൊന്നതിന്റെ പഴി കേൾക്കേണ്ടി വരികയാണെന്ന സങ്കടം ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞു. എന്നാൽ എന്നോടുകൂടി സംഘത്തിൽ ഉണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽ പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും. സദാ ഈശ്വരസ്മരണയോടെ ഇരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ പോയി. ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്ന മരം ഈശ്വരചിന്തയോടെ കഴിഞ്ഞു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. കലികാലം ആരംഭിച്ചു. ഒരിക്കൽ കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം, കണ്ണനോടൊപ്പം കളിക്കണം. അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്തു കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത്. ബാലൻ തന്നോടുള്ള സ്നേഹത്തിൽ മനസ്നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലൻ സമ്മാനമായി നൽകി. ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരഞ്ഞാണം കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു. പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി. എന്നാൽ ആളുകൾ തന്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് അരഞ്ഞാണം വലിച്ചെറിഞ്ഞു. അരഞ്ഞാണം ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി. മരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ കൊണ്ട് വിരിഞ്ഞു. അങ്ങനെ കൊന്ന മരം കണിക്കുന്ന മരം എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. ആ ദിവസമാണ് വിഷു എന്ന ഐതിഹ്യം. കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് സ്വർണ്ണമണികൾ പോലെയുള്ള കണിക്കുന്ന പൂക്കൾ എന്നാണ് സങ്കല്പം.